ഫ്രണ്ട്സ്, ഹൗ ആർ യു? നമുക്കിന്ന് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുള്ളതാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി കൊണ്ട് നമുക്ക് വീട്ടില് പല സാഹചര്യങ്ങളിലും ചില പൊടിക്കൈകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് അറിയണ്ടേ? കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഇഞ്ചി നമ്മൾ പണ്ടുകാലം മുതലേ ഇപ്പൊ ആയുർവേദ മരുന്നുകളിലാണെങ്കിലും എപ്പോഴും പണ്ടുകാലം മുതൽ നമ്മൾ മെഡിസിനൽ പ്രോപ്പർട്ടീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇഞ്ചി. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന വയറുവേദന, അതുപോലെ പ്രഗ്നന്റ് ലേഡീസിൽ ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസിന്റെ ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി എടുത്തിട്ട് ചെറിയ പീസ് ഇഞ്ചി എടുക്കുക, വലിയ പീസ് ഇഞ്ചി എടുക്കണ്ട, ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ആ ഇഞ്ചി നീര് ഒരു തുണി യൂസ് ചെയ്തിട്ടോ കയ്യിലോ പിടിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹനക്കുറവ് മൂലം ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ, വയറുവേദന മാറും. നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നല്ല കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് മാറും. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇഞ്ചി കഴിക്കുക. അത് റോ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി നമ്മൾ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മളപ്പോൾ കഴിക്കുന്ന ഫുഡിൽ ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇഞ്ചി ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ചുക്കായിട്ട് ഇഞ്ചി യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്കിപ്പോൾ കോൾഡ് വരിക, അതുപോലെ തന്നെ ചെറിയ പനി, വളരെ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടാവും, ചുമ, ജലദോഷം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചുക്കൊക്കെ ഇട്ടിട്ട് കാപ്പി തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വേർത്ത് കഴിയുമ്പോൾ തന്നെ ആ പനിയൊക്കെ വിട്ടുപോകും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം 2-3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചുക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൾഡും ശരീരവേദനയൊക്കെ മാറും. അതുപോലെ തന്നെ നമുക്ക് മസിൽ പെയിൻ വരുമ്പോൾ മസിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട്, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടോ 2-3 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. ആ വെള്ളത്തിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ വെള്ളം ഒരു ദിവസം ഒരു 2-3 ഗ്ലാസ് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. അതൊരു 10-12 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ പെയിൻ മാറും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇഞ്ചിക്ക്. അപ്പൊ എല്ലാവരും വീട്ടിലുള്ള ഇഞ്ചി ഉപയോഗിച്ചിട്ട് ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഈ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കാര്യം പറയാൻ പോകുന്നത്. ഇതെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ചില ആളുകൾക്ക് ഇത് നമ്മുടെ ചാനൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് ഫോൺ ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചാനൽ എടുത്തിട്ട് ഈ സബ്സ്ക്രൈബ് എന്ന റെഡ് കളറിലുള്ള ഈ ലെറ്ററിൽ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതാ ഞാൻ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ലെറ്ററിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോ സബ്സ്ക്രൈബ്ഡ് എന്നായിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ നമുക്ക് കാണാം. ആ ബെല്ലൈക്കണും കൂടി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്നാലേ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഫോണിൽ നിന്നോ സിസ്റ്റത്തിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്.